ഗായ്സ്, ഇന്ന് നമുക്ക് രണ്ട് പെട്ടി തുറക്കാം. രണ്ടും വെവ്വേറെ ദിവസങ്ങളിലാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇതൊക്കെ ഇവന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. പക്ഷേ നേതൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഉണ്ണി വായലിടും എന്നൊക്കെ പേടിച്ച് നമ്മളിത് ഒഴിവാക്കിയതായിരുന്നു. ഇപ്പോൾ ഇവന്മാർ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യം, പിന്നെ നമ്മൾ ഇവർ മാക്സിമം പാർക്കിലും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും വീട്ടിലിരിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും സ്ക്രീൻ ടൈം ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇവർ എൻഗേജ്ഡ് ആയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇത് ഫസ്റ്റ് വന്നത് ഇതിങ്ങനെ ഇതിൻ്റെ ബ്ലോക്സിൽ കണക്ട് ചെയ്യാൻ പറ്റിയ വീൽസ് ആയിരുന്നു. പിന്നെ ഒരുപാടുണ്ടായിരുന്നു, എന്തോ 100 പീസ് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള, എന്നാൽ വലിയ കുഞ്ഞിതും അല്ലാത്ത ബ്ലോക്സ് ആയിരുന്നു. വേദുനേതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. ഇവർ കൂടുതലും അച്ഛൻ്റെ കൂടെ പുറത്ത് പാർക്കിലും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് കുറച്ച് ടൈമെങ്കിലും ഇങ്ങനെയൊക്കെ കളിക്കാൻ, അതായത് ഞാൻ സ്ട്രിക്ട്ലി ടി വി വെക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്തത് ഇവർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സെയിം എല്ലാ ദിവസവും കാർ ഓടിക്കുക അതൊക്കെ തന്നെ. അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്തിരുന്നാൽ കുറച്ചധികം ടൈം ഇവരുടെ പോവും. ആ ഒരു ഇതിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. സംഭവം പിള്ളേർക്ക് കുറേ നാൾക്ക് ശേഷമാണ് വേദു ഇതൊക്കെ കാണുന്നത്. ഇപ്പോൾ വേദു ഇത് ബ്ലോഗ്സൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നേതും ഇങ്ങനെ മുട്ടിലഴിയണ ടൈമിലൊക്കെ നമ്മളിത് ഒഴിവാക്കിയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വേദു കാണുന്നത്. അപ്പോൾ വേദു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇത് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നോക്കി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ വേദു അതൊക്കെ നോക്കിയിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടൊന്നും ഞാൻ കണ്ടില്ല. പിന്നീട് അവന് ഇഷ്ടമുള്ളതായിരുന്നു. അമ്മി അത് ഞാൻ നോക്കി ചെയ്യട്ടെ എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഞാനൊന്നും കണ്ടില്ല. പക്ഷേ എനിക്ക് ഉമ്മയൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നേതു കൂടുതലും ഇത് കാർ ഓടിക്കുന്ന പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലോക്സ് അടക്കി വെച്ച് കാർ ഓടിച്ച പോലെ നടക്കുക, അവനതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ സാധനം. ഇത് നമ്മുടെ സെക്കൻഡ് പെട്ടി. ഈ പെട്ടി വന്നിട്ട് ഇതിൻ്റെയും അൺബോക്സിംഗ് ഒക്കെ നമ്മുടെ ഷോർട്സിൽ വന്നിട്ടുണ്ട്. സിദ്ധുവിനും വേദുവിനും ഞാനിത് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നമ്മുടെ ABCD ഒക്കെ ആയിട്ടുള്ളത് ഇത് 3 എണ്ണമാണ്. ഇത് ഷേപ്സിൻ്റെയും 1 2 3 ABCD ഒക്കെ ആയിട്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെ ഇവരെ കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഷേപ്സൊക്കെ ആകുമ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇരിക്കില്ല. അവർ തെറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് അതിലിരിക്കില്ല. അപ്പോൾ പഠിക്കാനൊക്കെ കുറച്ചും കൂടി വേദു ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ കുറേയൊക്കെ അവൻ പഠിച്ചത്. ഈ സംഭവം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പിള്ളേർക്ക്. അപ്പോൾ ഇവന്മാർ കുറേയൊക്കെ തല്ലുകൂടുന്നുണ്ടെങ്കിലും പക്ഷേ ഇവരത് ട്രൈ ചെയ്യുന്നുണ്ട് വെക്കാനൊക്കെ. കുറച്ച് നേരം പിള്ളേർ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ഇങ്ങനത്തെ സാധനങ്ങൾ അടിപൊളിയായിരിക്കും ഗൈസ്. ഫ്ലിപ്കാർട്ടിൽ ഭയങ്കര റീസണബിൾ റേറ്റിനാണ് കേട്ടോ അതൊക്കെ കിടക്കണം.